ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിലെ പുരോഹിതന്മാർക്കിടയിലെ ചക്കളത്തിപ്പോര് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരാൾ ഒന്ന് പറയും, മറ്റവർ പറയും അത് ശരിയല്ല എന്ന്. നമ്മൾ പറയുന്നത് എന്തരമോ, ഇവരെല്ലാവരും വിശ്വാസികളെ, അതായത് ഇസ്ലാം മതത്തിലെ ആളുകളെ മുഴുവനും പൊട്ടന്മാരാക്കിയിട്ട് അവരങ്ങോട്ട് ജീവിച്ച് മുന്നോട്ട് പോകുക. അവരുടെയൊക്കെ ഉപജീവന മാർഗങ്ങളാണ് ഈ മതവും മതത്തിലെ അന്ധവിശ്വാസങ്ങളും ഒക്കെ. ഒരാള് മഴയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ഇവരുടെ ഒരു ഉസ്താദ് ചത്തുപോയി. മരിച്ചുപോയി, അല്ല ചരിഞ്ഞു അല്ലേ, അയാള് തുണി പൊക്കി മൂത്രമൊഴിച്ചപ്പോൾ നാട് മൊത്തവും മഴ പെയ്തത്രേ. വേറെ ഒരു വിഭാഗം ആളുകൾ മഴയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ശുക്ല മഴ പെയ്യുന്നത് ആകാശത്ത് നിന്നിട്ട് അയാൾ പറയാണ് അള്ളാഹുവിന്റെ ശുക്ലമഴയാണ് അത്രേ പെയ്യുന്ന. അയ്യോ, ഇവന്മാരെയൊക്കെ എന്തോ ചെയ്യാനാണ്. കേട്ടോണേ, അങ്ങനെ അല്ലാഹു മൂന്നാമതൂതുന്നതിനു മുമ്പ് പുരുഷന്റെ ബീജത്തിന് സമാനമായ കൊഴുത്ത ഒരു മഴ അതാ ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കുകയാണ്. മരണപ്പെട്ട് കിടക്കുന്നവരെല്ലാം, കബറിൽ കിടക്കുന്നവരെല്ലാം അതാ മുളയ്ക്കുന്നു, എഴുന്നേൽക്കുന്നു. സസ്യലതാദികളും ചീരകളും മുളയ്ക്കുന്നത് പോലെ ഈ മഴ മുഖേന, ഈ കൊഴുത്ത ദ്രാവകം മുഖേന ആളുകളെല്ലാം എഴുന്നേൽക്കുകയാണ്. ഹദീസിൽ വരുന്നുണ്ട്, ലൈസ ശൈഉം മിനൽ ഇൻസാനി ഇല്ലാ യബ്ലാ. മരിച്ചുപോയ മനുഷ്യന്റെ എല്ലാ ഭാഗങ്ങളും നശിക്കുന്നതാണ്. ഇല്ലാ അജ്ബുൽ ദനബ്, അജ്ബുൽ ദനബ് ഒഴികെ മിൻഹു യുറക്കബുൽ ഖൽഖു യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ ആ പാർട്ടിൽ നിന്നാണ് അല്ലാഹു പുനഃസംവിധാനം ചെയ്യുന്നത്, പുനരുജ്ജീവിപ്പിക്കുന്നത്. അജ്ബുൽ ദനബ് നട്ടെല്ലിന്റെ ഏറ്റവും താഴെ കൂർത്ത ഒരു ഭാഗമാണത്. മൃഗങ്ങൾക്ക് വാലിന്റെ അറ്റത്താണതുള്ളത്. നോക്കൂ, ബാക്കിയെല്ലാം മണ്ണ് തിന്നും. ഈ അജബുൽ ദനബൊഴികെ അതിൽ നിന്ന് വീണ്ടും അല്ലാഹു അവനെ സൃഷ്ടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ലോകാവസാനത്തിന്റെ അടയാളമായി അള്ളാഹുവിന്റെ ശുക്ലം പിടിച്ചു മലക്കുകൾ കുലുക്കി ശുക്ലമഴ പെയ്യിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിട്ടാണ് ഉസ്താദ് സംസാരിക്കുന്നത്. നമുക്കതിനെ പ്രത്യേകിച്ച് വെള്ളപൂശേണ്ട കാര്യമൊന്നുമില്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഉസ്താദ് പറയുന്നതാണ്, മതം വിട്ട ആളല്ല, മതവിമർശകര് പറയുന്നതല്ല, ഇതൊരു റോസ്റ്റിംഗ് വീഡിയോ അല്ല. ഉസ്താദിന്റെ വാക്കുകളിലൂടെ തന്നെയാണ് നമ്മളത് കേട്ടത്. ഇനിയും മഴയെ കുറിച്ചിട്ട് മറ്റൊരു വിഷയം പറയാൻ വന്നപ്പോഴേക്കാണ് എനിക്കിത് ഓർമ്മയായത്. അപ്പോ മറ്റൊരു ഉസ്താദിന്റെ നാട്ടിൽ നല്ല മഴയാണ്. അപ്പോ കേട്ടോ, പറയൂ. നാട്ടിൽ നല്ല മഴയാണ്. അപ്പോ നമുക്ക് മഴക്കഥ കേൾക്കാം. അതെ, മഴയെ മുന്നിൽ വെച്ച് കറാമത്ത് എന്ന പേരിൽ പച്ചക്കളവുകൾ പുരോഹിതന്മാർ ഒന്നിനു പിറകെ മറ്റൊന്നായി നിരവധി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഏറ്റവും പുതിയൊരു കറാമത്താണ് നൂറെ ഹബീബി നാറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന ആ കൂതറയിൽ നിന്ന് നമ്മൾ കേട്ടത്. അൻസാരി സുഹരി ആലപ്പുഴ എന്ന് പറയുന്ന മുസ്ലിയാരി AP സമസ്തക്കാരനാണ്. അദ്ദേഹം ഈ നാറ്റക്കോയയുടെ വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു രംഗം കണ്ടു. അത് കണ്ടപ്പോൾ മറ്റ് മുസ്ലിയാക്കന്മാർ മഴയുടെ പേരിൽ പറഞ്ഞു വെച്ച പച്ചക്കളവുകൾ വേറെയും ഓർമ്മ വന്നു. അൻസാരി സുഹരി നാറ്റക്കോയയുടെ ഇനി ഒരു വീഡിയോയും ചെയ്യില്ല എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ ഈ കറാമത്ത് എന്ന പേരിൽ പറയുന്ന പച്ചക്കളവുമായി വന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കാനുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് സമൂഹത്തെ വഞ്ചിക്കുന്നതിനപ്പുറം മറ്റ് ഇതര മതസ്ഥർ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ കാരണമായേക്കും എന്നുള്ള പേടിയിൽ നിന്ന് തന്നെയാണ് എന്ന് അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നി. അദ്ദേഹം അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയാൽ അദ്ദേഹത്തെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർ പറഞ്ഞു വെച്ച ചില കറാമത്തുകൾ കൂടി നമ്മൾ ഇതിനോട് ആഡ് ചെയ്തുകൊണ്ട് കേൾക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ആദ്യം അൻസാരി സുഹരിയുടെ സംസാരം കേൾക്കാം. നൂറെ ഹബീബിന്റെ മജ്‌ലിസിൽ അല്ലാഹു തന്ന റഹ്മത്ത് നോക്കാൻ നിങ്ങൾ ഒന്ന് കാർമേഘം കണ്ടോ? മഴയില്ല, വെയിലില്ല. നോക്കിങ്ങൾ ഇന്നലെ വരെ കൊടും വെയിലവിടെ. ഇന്നലെ വരെ മേലെ കൊടക്കാടിന്റെ മുറ്റം നോക്കിങ്ങൾ ഒന്ന് പുറത്തേക്ക് നോക്കി, വെറുതെ പറയില്ല. ഇന്നലെ വരെ ഈ മുറ്റം ചൂട് കൊണ്ട് സുബ്ഹാനല്ലാഹ് ഞാൻ നിർത്തി വെച്ചാലും ആലോചിച്ചു ചൂട് കുറേ. നോക്കിങ്ങൾ കാർമേഘം ഇനിയിപ്പോ ഇത് കഴിഞ്ഞ പെരും മഴ. കൊടക്കാടൊക്കെ വെറും കാർമേഘമല്ലേ തങ്ങളെ? എന്റെ നാട്ടിൽ നോക്ക്, ഇന്നലെ വരെ കൊടും വെയിലായിരുന്നു, ചൂടുകൊണ്ട് നിൽക്കാൻ വയ്യ. ഇവിടെ ഒരു മഴ അങ്ങ് പെയ്പ്പിച്ചു. ഇനി പറ നിങ്ങളെ, എനിക്കാണ് നിങ്ങൾക്കാണ് അത്ഭുത സ്ഥിതി ഉള്ളത്? പറ നിങ്ങളെ, കൊടക്കാടൊക്കെ വെറും കാർമേഘം വന്നിട്ടുള്ളൂ. ഇവിടെ പെരുമഴ.
ഒരു തുള്ളിക്ക് ഒരു കുടം എന്നുള്ള നിലക്ക് പെരുമഴ. നീ പറ, അത്ഭുത സിദ്ധി ആർക്കാണ്? കറക്ക് സുമേഷ, കറക്ക്, നന്നായിട്ട് കറക്ക് സുമേഷേ, കറക്ക്, നന്നായിട്ട് കറക്ക്. ഇവര് മഴ മാത്രമല്ല കേട്ടോ, ഈ മതപുരോഹിതന്മാര് മരിച്ചുപോയവരാണ്, അവർക്ക് ഒരുപാട് അത്ഭുത സിദ്ധികൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇവര് 4 പെൺകുട്ടികളും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ച 4 കുഞ്ഞുങ്ങളും പെൺകുട്ടികളായിപ്പോയി, അതുകൊണ്ട് ആൺകുട്ടിയാക്കണമെന്ന് പറഞ്ഞിട്ട് ഭാര്യ ഗർഭിണിയാണ്, ഇപ്പം ആക്കിയാലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉസ്താദ് ആ വയറ്റിനകത്തുള്ള കുഞ്ഞിൻ്റെ ലിംഗം മാറ്റി. എന്തൊക്കെ കടിച്ചാൽ പൊട്ടാത്ത കളവുകൾ പബ്ലിക്കിനോട് പറയാനൊരു മടിയുമില്ല അവർക്ക്. കാരണം ഇവരെ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥയും അവരുടെ ബൗദ്ധിക നിലവാരവും ഇവർക്ക് വളരെ നന്നായിട്ട് അറിയാം. അതിവർ ശരിക്കും യൂട്ടിലൈസ് ചെയ്യും. നോക്കിക്കോ, വരുമാനം തന്നെയാണ് മുഖ്യം. എന്നോട് മക്കി മഹമ്മൂദ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു വൈരൂത തങ്ങളൊരു സംഭവം. വൈരൂത തങ്ങളെ പറ്റി ഞാൻ പറഞ്ഞിട്ടാണ് മൂപ്പർ കേൾക്കുന്നത്. ഈ മക്കി മഹമ്മൂദ് കണ്ണൂരുകാരനാണ്. ഒരു രോഗി ഇത്ര ദിവസമേ ജീവിക്കുള്ളൂ എന്നാണ് ഡോക്ടർമാർ. അങ്ങനെ വൈരൂത തങ്ങളെടുത്തുകൊണ്ട് തങ്ങൾ പറഞ്ഞു 2 വർഷവും ഇത്ര മാസവും ഇത്ര ദിവസവും ജീവിക്കുന്നു, ബാക്കി നിങ്ങൾ അല്ലായിട്ട് തീരുമാനിക്കണമെന്ന് പറഞ്ഞു. ആയിഷാണ് പറഞ്ഞത്. പറഞ്ഞ പോലെ തന്നെ തങ്ങൾ പറഞ്ഞ 2 കൊല്ലവും ആ പറഞ്ഞ മാസവും ദിവസവും ജീവിച്ചു, അയാൾ മരിച്ചു. ആ ബാക്കി അള്ളേര് തീരുമാനിക്കാൻ ആയിഷ പറഞ്ഞത്. എന്ന് വെച്ചാൽ ലൗൽ മഹഫൂദ് കാണുന്ന ആളാണ് 20 ദിവസം. നിങ്ങൾ മനസ്സിലാക്കണം, അത് സി എം വലിയുള്ളാന്റെ അവരെക്കാൾ വലിയ മുരീദന്മാരുണ്ടെന്ന് സി എം വലിയുള്ളാൻ നാവുകൊണ്ട് വൈരത്വത്തങ്ങോട്ട് പറഞ്ഞ അമേരിക്കയിൽ ആഫ്രിക്കയിൽ എനിക്ക് വലിയ വലിയ മുരീദന്മാരെ ശിക്ഷണ ഔദ്യാക്കന്മാരുണ്ട് എൻ്റെ മുരീദന്മാരായിട്ടത്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. അല്ലയോ മുഈനുദ്ദീൻ, യാ ബുനയ്യ അൻത മുഈനുദ്ദീൻ, ലാകിൻ തറക്ത സുന്നതൻ മിൻ സുന്നതി. ഞാൻ പറഞ്ഞ പണികളെല്ലാം നീ എടുക്കുന്നുണ്ട്, ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളെല്ലാം നീ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ എന്റെ ഒരു സുന്നത്ത് നിർവഹിക്കാൻ നീ വിട്ടുപോയിട്ടുണ്ട്. ആ സുന്നത്തും കൂടൊന്നെടുക്കാമോ? അഥവാ ഹാജാതങ്ങള് വിവാഹം കഴിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മോനെ നീ കല്യാണം കഴിക്കണം. അതാ നബി സല്ലല്ലാഹു അലൈഹി ഒരാളോട് താഴെ ഇറങ്ങി വന്നിട്ട് പറയുകയാണേ, നമ്മൾ നേരിട്ട് കണ്ടൊരു വലിയാണല്ലോ, പഠിയുന്നില്ല. ഞാൻ എന്ന് പറയും, എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, എവിടെ നിന്ന് വരുന്നു? പഠിയുന്നില്ല, പഠിക്കും, പോകാം. മറതിയാണ്, മറതി വേണ്ട, പോകാം. ഒറ്റ വാക്ക് മാത്രം. പിന്നിൽ ഇങ്ങനെ ക്യൂ അല്ലേ, നമുക്ക് പിന്നെ സംസാരിക്കാൻ ചാൻസ് ഉണ്ടാവില്ല. പിന്നെ കാണാൻ ചാൻസ് ഇല്ലാതെ വന്ന ആ മാസം കാണാൻ ചെന്നപ്പോ കിതാബൊന്നും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞത് പഠിക്കും, വളരും, ഉയരും, പോകാം. പിന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു കൊടുത്ത നാവ് കൊണ്ട് ചെറിയ നിലക്കെങ്കിലും ഒരു ഹാദിമാകാൻ കഴിഞ്ഞു. അള്ളാഹു കൊടുത്ത് ദർജയേറ്റി കൊടുക്കുമാറാവട്ടെ. പറഞ്ഞ നാവില്ല, ആ നാവ് കൊണ്ട് പറഞ്ഞത് നടക്കും, അള്ളാഹു നടത്തും, ഉറപ്പാ. നിങ്ങൾ ഫാത്തിഹ ഓതുക സിഎമ്മിന്റെ പേരിൽ, ജിലാനി പബ്ബിന്റെ പേരിൽ, പേരിൽ. എന്നിട്ടേ ഈ 6-ാം നൂറ്റാണ്ടിൽ മരിച്ചുപോയ നബി ഇവരുടെയൊക്കെ പ്രധാനമായിട്ടും ഈ പ്രസംഗ മജ്ലിസുകളിലെ സദസ്സുകളിലൊക്കെ ആ സഭയിലൊക്കെ വന്നിരിക്കും അത്രേ. ഇതൊക്കെ വിശ്വസിക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ. ഇവർക്കറിയാം ഇവരുടെ മുമ്പിലിരിക്കുന്ന ആളുകൾ ഒന്നും തിരിച്ചു ചോദിക്കാതെ വിശ്വസിക്കുമെന്നറിയാം. മഴയൊന്നും ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു, നിങ്ങൾ അറിഞ്ഞില്ലേന്ന്. ഒറ്റ കാര്യം, മനസ്സെല്ലാരും മതി. നമ്മുടെ ചർച്ച, ഞാൻ ചില സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ തങ്ങളിരിക്കലുണ്ട്. ഒറ്റ കാര്യം, മനസ്സെല്ലാരും മതി. നമ്മുടെ ചർച്ച, ഞാൻ ചില സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ തങ്ങളിരിക്കലുണ്ട്. തങ്ങൾ എന്നോട് പറയും, ഈ സദസ്സിൽ അള്ളാന്റെ റസൂലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, നിങ്ങൾ അറിഞ്ഞില്ലേന്ന്. എന്നോട് മാത്രമല്ല, ചില പ്രഭാഷകന്മാരോടൊക്കെ തങ്ങൾ അങ്ങനെ ചില രഹസ്യം പറഞ്ഞൊക്കെ ഞാൻ അറിഞ്ഞിട്ട്. എൻ്റെ ഒരു അറിയപ്പെട്ട പ്രഭാഷകൻ, എൻ്റെ സ്നേഹിതൻ എന്നോട് എടുത്ത് പറയുണ്ടായി, അദ്ദേഹം ആലുവയിൽ വെച്ചിട്ട് ഒരു പ്രസംഗം നടത്തിയപ്പോൾ തങ്ങൾ നേരത്തെ വിളിച്ചു പറഞ്ഞു, ആ പ്രസംഗം കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേകമായ ഉയർച്ച വരാനുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് ഉയർച്ച വന്നിട്ടുണ്ട്. എൻ്റെ 1-2 സാഹസിൽ തങ്ങൾ നീച്ചു പോകാതെ കണ്ണിലൊക്കെ വെള്ളം നിറച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. അവരെ നാട്ടിൽ പരപ്പനങ്ങാടിയില്, അതുപോലെ വേറെ 2-3 സ്ഥലത്തൊക്കെ. അപ്പൊ എന്നിട്ട് എന്നോട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഇവിടെ എന്തായിട്ട് സുഗന്ധം അടിച്ചു വീശിയെന്ന് റഹ്മാനി.
ഇവിടെ ഒന്നായിട്ട് സുഗന്ധം അടിച്ചു വീശിയിരുന്നു എന്ന് പറഞ്ഞു. അത് മണക്കാനുള്ള മൂക്ക് അവർക്കുണ്ട്, അതാണ് സംഗതിയൊക്കെ ഉണ്ട്, പക്ഷെ മണക്കാനുള്ളൊരു മൂക്കാണ് വേണ്ടത്, അത് അവർക്കുണ്ട്. ഇതൊക്കെ വിശ്വസിക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളങ്ങനെ അവരെയൊന്നും കൊച്ചാക്കിയൊന്നും കാണണ്ട. കാരണം ഇവരെന്ത് പറഞ്ഞാലും തൊള്ള തൊടാതെ വിഴുങ്ങാൻ ആൾക്കാരുണ്ട്. അവരോടാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മളെടുത്ത് വിമർശിക്കുന്നേ ഉള്ളൂ. അടുത്തൊരു വീടല്ലേ. ഒരു ചങ്ങാതി 2 കൊല്ലം കഴിഞ്ഞ്, ആ 2 കൊല്ലം കഴിഞ്ഞ് അവന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് 2 കൊല്ലം ഗൾഫിലേക്ക് പോയിട്ടാ വരുന്നത്. ഗൾഫിലേക്ക് പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോ ആ പെണ്ണിന് ഗർഭമുണ്ടായി എന്ന് വെച്ചോളൂ. ആ പെണ്ണിന് ഗർഭമുള്ളപ്പോ നമ്മൾ പെട്ടെന്ന് വിധി എഴുതും. എന്താ വിധി എഴുതുക? ഇവൻ പോയി വന്നതിന് ശേഷം ഇവൻ ബന്ധപ്പെടാതെ ഉണ്ടായ ഗർഭമാണെന്ന്. തീർത്തും അങ്ങനെ വിധി എഴുതാനൊന്നും നമുക്ക് കഴിയൂല. നമ്മൾ വിധി എഴുതാൻ കഴിയില്ല എന്ന് പറയുന്നത് പ്രവാസികളുടെ ഭാര്യമാരുടെ അവിഹിതത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കേസുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ഗർഭപാത്രത്തിന്റെ അകത്ത് മുൻപേ ഗർഭമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഗർഭത്തിന്റെ അടയാളങ്ങളും ഗർഭമുണ്ടായെന്നതിന്റെ ചിഹ്നങ്ങളൊക്കെ മുമ്പ് തിരിയലോ, പരിശോധിച്ചാലും തിരിയലോ. അതിവൻ പോകുന്നതിന് മുൻപേ ഉണ്ടായിരുന്നെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞും ഗർഭം നിലനിൽക്കാൻ. നമ്മുടെ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത് ഒരു കുട്ടി ഗർഭപാത്രത്തിൽ 4 കൊല്ലം വരെ ഇരിക്കാനാണ്. 4 കൊല്ലം വരെ ഇരിക്കാനാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് അതിലും അപ്പുറം ഇരിക്കാനാ. 4 കൊല്ലമല്ല, അതിലും അപ്പുറം ഇരിക്കാമെന്ന്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നൊരു റിപ്പോർട്ട് കിട്ടി, 2 കൊല്ലത്തിലപ്പുറം ഒരു കുട്ടിയും ഗർഭത്തിൽ കിടക്കുകയില്ല എന്ന്. ബഹുമാനപ്പെട്ട അൽ വലീദ് ഇബ്നു മുസ്ലിം എന്ന മഹാൻ ഇമാം മാലിക് റളിയല്ലാഹു ജീവിച്ചിരിക്കുന്ന കാലമാണ് മദീനത്ത്. അവരോട് ചെന്ന് പറഞ്ഞു, ആയിഷ ബീവിയിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരപ്രകാരം 2 കൊല്ലത്തിനപ്പുറം ഒരു ഗർഭം കിടക്കൂല, 1 ഇഞ്ച് ഗർഭപാത്രത്തിൽ കിടക്കൂല എന്നുണ്ടല്ലോ. മാലിക് എന്നവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് മൻ യഖൂലു ഹാദാ. ആര് പറഞ്ഞു ഇത്? ഹാദിഹി ജാറത്തുനാ ഇംറഅത്ത് മുഹമ്മദ് ഇബ്നു ഇജ്ലാൻ. നമ്മുടെ അയൽവാസിനിയായ ഒരു പെണ്ണ്, നമ്മുടെ അടുത്ത് താമസിക്കുന്ന ഒരു പെണ്ണ്, മുഹമ്മദ് ഇബ്നു ഇജ്ലാൻ എന്നവരുടെ ഭാര്യ, തഹ്മിലു വ തളഉ ഫീ 4 സിനീൻ. 4 കൊല്ലത്തിനകത്ത് ഗർഭം ചുമന്നിട്ടാണ് അവർ പ്രസവിച്ചത്. ഒരിക്കൽ മാത്രമല്ല, 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചത്. ഇംറാത്തു സിദ്ദിഖിൻ റജുലുഹാ റജുലു സിദ്ദിഖിൻ. നല്ല സത്യവതിയായ പെണ്ണാണ്, കള്ളം പറയില്ല. സത്യവതിയായ ആണാണ്, കള്ളം പറയില്ല. മുഹമ്മദ് ഇബ്നു ഇജ്ലാൻ എന്നവർക്കുള്ള 3 മക്കളും 12 കൊല്ലം കൊണ്ട് 4 മാസം ഗർഭത്തിലിരുന്ന ശേഷമാണ് പ്രസവിക്കുന്നത് എന്ന് ഒരു ചങ്ങാതി 2 കൊല്ലം കഴിഞ്ഞ്. അതല്ല, 4 വർഷം കഴിഞ്ഞിട്ട് ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ 4 കുഞ്ഞുങ്ങൾ മുറ്റത്തോടി കളിക്കുന്നു. ഇതാരാ? അല്ല, നിങ്ങൾക്കറിയില്ലേ? ഇങ്ങനൊക്കെ ഉണ്ട്. പ്രവാചകൻ വരെ ആമിനയുടെ ഗർഭപാത്രത്തിൽ 4 വർഷവും 2.5 വർഷവും ഒക്കെ ഇരുന്നു എന്ന് ഹദീസ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇയാൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇത് ഒന്നും ഞാനും പറയണില്ല.